ഫെമറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പെട്ടെന്ന് പറഞ്ഞിടാം. ഹെഡ്, നെക്ക്, ഷാഫ്റ്റ്, നമ്മളെ കോണ്ടൈലുകൾ. പുറകിൽ മാത്രമേ കോണ്ടൈൽ നമുക്ക് ഇനി എൻ്റെ വിരൽ വെച്ചിട്ട് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വെക്കുക, അപ്പോൾ ഇത് മീഡിയലിയാവും. ഇത് എങ്ങോട്ട് ഇരിക്കുന്നു, നമ്മളെ ബോഡീനായിട്ട് എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ചിലപ്പം ഇത് എൻ്റെ റൈറ്റാന്ന് പറയാൻ പറ്റും. കാരണം ഇത് ഈ ഹെഡ് എൻ്റെ ബോഡിയിലോട്ട് ഫേസ് ചെയ്യുക. അപ്പം അനാറ്റമിയിൽ പൊസിഷനിൽ വെക്കാൻ പറഞ്ഞാൽ ഹെഡ് ഡയറക്റ്റഡ് അപ്വേർഡ്, മീഡിയലി ആൻഡ് ഫോർവേഡ്, അത് ഒരു കാര്യം. പിന്നെ ഈ ആൻറ്റീരിയർ സർഫസ് കോൺവെക്സ്ലി ബെൻഡാണ് ഫ്രണ്ടിലോട്ട്. പിന്നെ ഇത് എന്ന് വെച്ചാൽ കോണ്ടയിലുള്ള ഒറ്റ പ്ലെയിനിലായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുക, അതോടെ അനാറ്റമിയിൽ പൊസിഷനായി. മേജർ ഫീച്ചേഴ്സ് ഹെഡ്, നെക്ക്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രേറ്റർ ട്യൂബർക്കിൾ. ഇത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇൻ്റർകോണ്ടൈല ലൈൻ വിടും, ബാക്കിലോട്ട് ഇൻ്റർകോണ്ടൈല ലൈൻ വിടും. ബാക്കിലോട്ടുള്ള ഇൻ്റർകോണ്ടൈല ലൈനാണ് ലെസർ ട്യൂബർക്കിളായിട്ട് കാണുന്നത്, മീറ്റ് ചെയ്യുന്നത്. ലെസർ ട്യൂബർക്കിൾ താഴോട്ടൊരു സ്പൈറൽ ലൈൻ എന്ന് പറഞ്ഞ സാധനം വിടും, അത് ജസ്റ്റ് എന്ന് പറയാം. പിന്നെ ഗ്ലൂട്ടിയൽ ട്യൂബറോസിറ്റി ഈ ലെസർ കോണ്ടൈൽ ഇവിടെയാണ്, അപ്പം ഗ്ലൂട്ടിയൽ ട്യൂബറോസിറ്റി ഇവിടെയാണ്. പിന്നെ നമ്മളിങ്ങോട്ട് താഴോട്ട് പോവുക. പിന്നെ ഫ്രണ്ടിലായിട്ട് അത്ര പ്രത്യേകിച്ചൊന്നും ഇല്ല. ലാറ്ററൽ കോണ്ടൈൽ എന്ന് വെച്ചാൽ ഇത് മീഡിയലല്ലേ, അപ്പം ഇത് മീഡിയൽ കോണ്ടൈൽ, ലാറ്ററൽ കോണ്ടൈൽ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് മീഡിയൽ സൈഡിലായിട്ട് അഡക്ടർ ട്യൂബർക്കിൾ എന്ന് പറഞ്ഞ സാധനം വരും താഴെ ഭാഗത്തായിട്ട്. പിന്നെ പുറകെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലീനിയർ ആസ്പിറ ഇങ്ങനെ വരും. ഈ ഒരു ഏരിയയിലായിട്ട് ന്യൂട്രിയൻ ഫെറാമൻ എന്ന് പറഞ്ഞാൽ ചെറിയ പൊത്ത് കാണും, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പക്ഷേ കാണാൻ പറ്റും സാധാരണ ബോളിൽ. ലീനിയർ ആസ്പിറ താഴോട്ട് വരുമ്പം രണ്ടായിട്ട് തിരിയും. ഇത് മീഡിയൽ സൈഡ്, അപ്പം മീഡിയൽ സുപ്രാക്ലാവിക്കുലർ ലൈൻ, ഇത് ലാറ്ററൽ സുപ്രാക്ലാവിക്കുലർ ലൈൻ, രണ്ടിനിടയ്ക്കുള്ള ഏരിയ പോപ്പുലേറ്റൽ റീജിയൻ. പിന്നെ നമുക്ക് ഇവിടെ രണ്ട് കോണ്ടൈലും അതിനെ കണക്ട് ചെയ്യുന്നൊരു വര പോലെ ഒരു സാധനമുണ്ട്, ഇൻ്റർകോണ്ടൈലർ റിഡ്ജ്. പിന്നെന്തുവാ